ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീജിത്താണ്. അപ്പോൾ നമ്മളിന്നുള്ളത് കൂരിയാട് ജെംസ് സ്കൂളിൻ്റെ പ്രവേശനോത്സവ ആഘോഷത്തിലാണ്. 313 കുരുന്നു മക്കളാണ് ഈ വർഷം ജെംസ് സ്കൂളിലെ LKGയിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. ഈ ജെംസ് സ്കൂളിനൊരു പ്രത്യേകത ഉണ്ട്. അതായത് ഇവിടുത്തെ പ്രോഗ്രാമിലെല്ലാം വളരെ ഗ്രാൻഡ് പ്രോഗ്രാമായിരിക്കും. യാദൃശ്ചികമായിട്ട് ഒരു യാത്രയിൽ കണ്ട കാഴ്ചയായതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ മുഴുവൻ ആഘോഷങ്ങളും എനിക്ക് പകർത്താൻ കഴിഞ്ഞില്ല. എന്നാലും ഞാൻ കണ്ട കാഴ്ചകൾ അവരുടെ പെർമിഷനോടെ ഞാൻ പകർത്താൻ ശ്രമിക്കുകയാണ്. ഇതാണ് കൂരിയാട് ജെംസ് സ്കൂൾ. അപ്പോൾ നമുക്ക് അവിടുത്തെ ആഘോഷങ്ങളിലേക്ക് പോകാം. ഈ ഡെക്കറേഷനൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ വളരെ ഗ്രാൻഡായിട്ടാണ് ഇവർ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന്. നമ്മൾ ഇവിടുന്ന് നേരെ കയറി ചെല്ലുന്നത് ഓഫീസിൻ്റെ റിസപ്ഷൻ ഏരിയയ്ക്കാണ്. അപ്പോൾ ഇവിടെ നിറയെ രക്ഷിതാക്കളും കുട്ടികളും ആകെ ബഹളമാണ് കേട്ടോ. കാരണം ഓരോ രക്ഷിതാക്കൾക്കും തങ്ങളാൽ കഴിയുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുക എന്ന ലക്ഷ്യമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ ഇങ്ങനെ രജിസ്ട്രേഷനൊക്കെ നടക്കുന്ന തിരക്കിലാണ്. പ്രവേശനോത്സവം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഇതാണ് കേട്ടോ ഉത്സവം. അപ്പോൾ ഈ ഉത്സവം എൻ്റെ ഈ ചെറിയ ചാനലിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു ഉദ്യമം മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ആഘോഷങ്ങളിലേക്ക് പോകാം. ജെംസ് സ്കൂളിൻ്റെ ആഘോഷങ്ങളെല്ലാം വ്യത്യസ്തമാണെന്ന് പറയാൻ കാരണം മറ്റു സ്കൂളുകളിലൊക്കെ ഒരു പൊതുവേദിയിൽ വെച്ച് പ്രവേശനോത്സവം ഒരു ആഘോഷമായി നടത്തുമ്പോൾ ജെംസ് അതിൽ നിന്ന് വ്യത്യസ്തമായ പരിപാടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും. വാദ്യമേളങ്ങളും വെൽക്കം ഡോയും കൈനിറയെ തീർത്തുമായിട്ട് ഓരോ ക്ലാസ് മുറിയിലും ചെന്ന് ഓരോ കുട്ടികളെയും ഇവർ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് ഇവരെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ജെംസ് സ്കൂളിൻ്റെ മറ്റൊരു പ്രത്യേകത കുട്ടികൾക്ക് ജന്മസിദ്ധമായി കിട്ടിയ കഴിവുകളെ പരിപോഷിപ്പിക്കാൻ ഈ മാനേജ്മെൻറ്റ് വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടികളുടെയും മനസ്സറിഞ്ഞ് അവരുടെ ഉള്ളിലെ കലാവാസനകളെ തിരിച്ചറിഞ്ഞ് ജെംസ് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും മറ്റും ഇവിടെ നിന്ന് കൊടുക്കുന്നു. മറ്റു സ്കൂളുകളെ പോലെ വെറും സീറ്റ്സ് മാത്രമല്ല കേട്ടോ ഇവർ പ്രവേശന ദിവസത്തിൽ കുട്ടികൾക്ക് കൊടുക്കുന്നത്. കൈനിറയെ സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ക്ലാസ് മുറികളെല്ലാം നിറങ്ങളുടെ ഒരു ലോകം തന്നെയാണ് കേട്ടോ. ഈ LKG ക്ലാസ്സുകളൊക്കെ സെറ്റ് ചെയ്തത് കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും. വളരെ കളർഫുള്ളായിട്ടാണ്, ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെയാണ് ഇവർ ഈ ക്ലാസ്സുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്.
അതുപോലെ പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇംഗ്ലീഷിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതായത് മലയാളികളല്ലാത്ത ടീച്ചേഴ്സാണ് കൂടുതലായിട്ട് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് കൂടുതൽ യൂസ് ചെയ്യാൻ നിർബന്ധിതരാകും. അതിലൂടെ തന്നെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവും ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ കുട്ടികൾക്ക് ലഭിക്കും. അപ്പോൾ ഇതാണ് പ്രവേശനോത്സവ ദിനത്തെ കാഴ്ചകൾ. അപ്പോൾ നമുക്കിനി സ്കൂളിന് പുറത്തെ കാഴ്ചകളിലേക്ക് പോകാം. സ്കൂളിന് പുറത്ത് വലിയ കുട്ടികൾ നമ്മുടെ വെൽക്കം ടോയുടെ കൂടെ എൻജോയ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. 55 ഡിവിഷനുകളിലായിട്ട് 1600ഓളം കുട്ടികൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ജെംസ് സ്കൂളിൻ്റെ ക്യാമ്പസ്. അതിമനോഹരമായ ഒരു ചിൽഡ്രൻസ് പാർക്ക് തന്നെ ഇവിടെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്കൂളിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ ഓപ്പൺ ഓഡിറ്റോറിയം ആട്ടോ. നമ്മൾ മലപ്പുറം ജില്ലയിലെ ഏതൊരു സ്കൂളിലും കാണാത്ത ഒരു വിധത്തിൽ ഇവരിവിടെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് പ്രോഗ്രാമൊക്കെ നടക്കാറ്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമൊക്കെ രാവിലെ കഴിഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ വിഷ്വൽ പകർത്താൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു വലിയ നിര തന്നെ ഇവിടെ ഈ സ്കൂളിലുണ്ട്. പിന്നെ ഇവിടെ എടുത്തു പറഞ്ഞൊരു കാര്യം ഇവിടുത്തെ ഈ ക്യാൻറ്റീൻ ഏരിയ ആണ് കേട്ടോ. ഈ ഫുഡ് കഴിക്കുന്ന ഏരിയയൊക്കെ വളരെ മനോഹരമായിട്ട് ഇൻ്റർനാഷണൽ ലെവലിലാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കുറഞ്ഞൊരു സമയം കൊണ്ട് പറഞ്ഞാൽ തീരുന്നതല്ല ജെംസിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്കൊരു വീഡിയോയിൽ വീണ്ടും കാണാം.